നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലെത്തി. ഇതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. 7 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അർജന്റീനയിലേക്ക് നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. എസീസ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് ഗംഭീരമായ സ്വീകരണമാണ് നൽകിയത്. 2 ദിവസത്തെ ഈ സന്ദർശനത്തിൽ അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലിയുമായി അദ്ദേഹം ഒരു സുപ്രധാന കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിരോധം, കൃഷി, ഖനനം, എണ്ണ, വാതകം, പുനരുപയോഗ ഊർജം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ നിരവധി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് മിലിയും തമ്മിൽ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ സന്ദർശനം ഇന്ത്യയും അർജന്റീനയും തമ്മിലുള്ള ബഹുമുഖ തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ആഴത്തിലാക്കുമെന്ന് മന്ത്രാലയം പറഞ്ഞു. ലാറ്റിൻ അമേരിക്കയിലെ തങ്ങളുടെ പ്രധാന സാമ്പത്തിക പങ്കാളിയും G20 അടുത്ത സഖ്യകക്ഷിയുമാണ് അർജന്റീന. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടുമുട്ടിയ പ്രസിഡന്റ് ജാവിയർ മിലിയെ കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കൃഷി, നിർണായക ധാതുക്കൾ, ഊർജം, വ്യാപാരം, ടൂറിസം, സാങ്കേതികവിദ്യ, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അർജന്റീനയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രധാനമന്ത്രി മോദി തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിച്ചിരുന്നു. കൂടാതെ അർജന്റീനയിലേക്കുള്ള പ്രധാനമന്ത്രി മോദിയുടെ 2ാമത്തെ സന്ദർശനമാണിത്. നേരത്തെ 2018 G20 ഉച്ചകോടിക്കായി അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. അതേസമയം പ്രധാനമന്ത്രി മോദിയുടെ പശ്ചിമാഫ്രിക്കൻ രാഷ്ട്ര സന്ദർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിംഗ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഘാന സന്ദർശനത്തിൽ ഘാനയുടെ ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഘാന ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിശിഷ്ട രാഷ്ട്രതന്ത്രജ്ഞയ്ക്കും സ്വാധീനമുള്ള ആഗോള നേതൃത്വത്തിനും ഇത് അംഗീകാരമായി. പ്രധാനമന്ത്രി മോദിയുടെ പശ്ചിമാഫ്രിക്കൻ രാഷ്ട്ര സന്ദർശന വേളയിൽ പ്രസിഡന്റ് ജോൺ ഡ്രമാനി മഹാമയാണ് ഈ അഭിമാനകരമായ അവാർഡ് സമ്മാനിച്ചത്. ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഘാന എന്ന ബഹുമതി ലഭിച്ചതിൽ അഭിമാനിക്കുന്നുവെന്ന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി എക്സ് പോസ്റ്റ് ചെയ്തിരുന്നു. രാജ്യത്തെ യുവാക്കൾക്കും അതിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഇന്ത്യയും ഘാനയും തമ്മിലുള്ള നിലനിൽക്കുന്ന ബന്ധത്തിനും അദ്ദേഹം അവാർഡ് സമർപ്പിച്ചു. ഈ ബഹുമതി വെറും ഒരു വ്യക്തിപരമായ നേട്ടമല്ലെന്നും ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ പേരിൽ താൻ സ്വീകരിച്ചതാണെന്നും പ്രധാനമന്ത്രി തന്റെ സ്വീകരണ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെയും പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചിരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.